മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം. ഇത്തിഹാദു ഷുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടർ NV അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ തൊട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AW അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതിന് എൻ്റെ ഒരു ലൈക്ക്, ഇപ്പം അങ്ങനെ വർത്താനം പറയില്ല, നമ്മളിങ്ങനെ ആക്കി കൊടുക്കലാണ്. ഒരു ലൈക്ക് അടിച്ചു ഞാൻ അതിന്. ജമിയത്തുൽ മുജാഹിദീൻ എന്നത് NV അബ്ദുസ്സലാം മൗലവി സാഹിബിൻ്റെ കേരളത്തിലെ മുസ്ലിം സാമൂഹിക ജീവിതത്തിലെ നവോത്ഥാന പ്രക്രിയയിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലാണ്. അവിടെ നിന്നിട്ടാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദീർഘിപ്പിച്ചുണ്ടാകുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു സംഗതി ഇതാണ്. എന്തായിരുന്നാലും ഒരു കാലത്ത് ഐക്യക്കാർ എന്ന് വിളിക്കുന്നത് തെല്ലൊരു പരിഹാസത്തോടെ ഐക്യക്കാരെന്ന് വിളിച്ചിരുന്നവർ അങ്ങനെ ഐക്യക്കാരാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ വിളംബരം എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അതിനാണെങ്കിൽ ഒരു ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു പിൻബലമുണ്ട്. ഞാൻ അംസാക്കാനോട് ചോദിച്ചു, ഇപ്പോൾ എത്ര കൊല്ലമായി? അംസാക്ക് പറഞ്ഞു 14 കൊല്ലം. അതാണ് ഒരു ഭാരതീയ പാരമ്പര്യം എന്ന് പറഞ്ഞത്. വാനപ്രസ്ഥം 14 കൊല്ലം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചുവരവുണ്ടാകുന്നത്. അതുവരെ ലേശം വിട്ടു നിൽക്കണം. നമ്മൾ പരസ്പരം അങ്ങനെ കുറച്ച് വല്ലാതെ ഒന്നും സംസാരിക്കാൻ പാടില്ല. എത്രത്തോളം ഉണ്ട് നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്നറിയണമെങ്കിൽ. അപ്പോൾ സ്നേഹത്തിൻ്റെ തീവ്രത ആണ് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു മഹത്തായ ഒരു ആദർശത്തിന് വേണ്ടി യാതന അനുഭവിക്കാനും മരിക്കാനുമുള്ള സന്നദ്ധതയാണ് മനുഷ്യത്വത്തിൻ്റെ അസ്ഥിവാരം എന്ന് ജോൺ സ്റ്റീൻബെക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു ആദർശത്തിന് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായും ഏത് ത്യാഗവും യാതനയും ഏറ്റുവാങ്ങാൻ സന്നദ്ധമായി മുന്നോട്ട് പോകുന്ന, ഉജ്ജ്വല ഗംഭീരമായി മുന്നോട്ട് പോകുന്ന ഒരു സഭയാവട്ടെ ഇത് എന്ന് ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്ക്, മുസ്ലിം പത്രപ്രവർത്തകൻ എന്ന നിലക്ക് ആശംസിക്കുകയാണ്. NV അബ്ദുസ്സലാം മൗലവി സാഹിബ് എനിക്ക് ഇവിടെയുള്ള ആരുടെ അത്രയും അടുത്ത പരിചയമുള്ള വ്യക്തിയല്ല. കേട്ടറിവുകളാണ് കൂടുതലുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ ഏറ്റവും മനോഹരമായി സംസാരിക്കേണ്ടത് ഇന്ന് NV അബ്ദുസ്സലാം മൗലവി സാഹിബിനെ ഗവേഷണപരമായി സമീപിച്ച MI തങ്ങൾ അവർകളാണ് ഇവിടെ സംസാരിക്കേണ്ടിയിരുന്നത്. കാരണം MI തങ്ങളിലൂടെയാണ്, തങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയാണ് NV അബ്ദുസ്സലാം മൗലവി സാഹിബിനെ ഞങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് അബ്ദുൽ അസീസ് മൗലവിയിലൂടെയാണ്. അതെ, MI തങ്ങൾക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ ആണ് വരാൻ കഴിയാതിരുന്നത്. MI തങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആരാണ് NV അബ്ദുസ്സലാം മൗലവി എന്നൊരു ദീപഗോപുരം എന്ന് ഞങ്ങളുടെ തലമുറയുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് അബ്ദുസ്സലാം മൗലവി, ആരാണ് അബ്ദുസ്സലാം മൗലവി എന്നുള്ളതിന് അദ്ദേഹം തൻ്റെ ആയുഷ്കാലം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന് ആ വ്യക്തി ജീവിച്ച ചുറ്റുപാടിൽ പിന്നീടൊന്ന് ചെന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഈ സദസ്സ് മാത്രമല്ല, ഈ അരീക്കോട് നിർമ്മിച്ചെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളും അതിനപ്പുറത്തേക്ക് അക്കാദമിക യോഗ്യതയുടെ അലങ്കാരച്ചമയങ്ങളുമായി ലോകമെങ്ങും പടർന്നു കിടക്കുന്ന അരീക്കോടന്മാരും ആണ് NV അബ്ദുസ്സലാം മൗലവിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകളിലൂടെ NV അബ്ദുസ്സലാം മൗലവി ഓർമ്മിക്കപ്പെടും. തലമുറകൾക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഇനിയും സലാം മൗലവിയെക്കുറിച്ചുള്ള സ്മരണകൾ പങ്കുവെക്കേണ്ടതുണ്ട്. തലമുറകൾ ഇത് ഏറ്റുപാടണം. NV അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന വളരെ മെലിഞ്ഞ് സൗമ്യനായ, വളരെ കുറച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ. മറുഭാഗത്ത് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് വൈസ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ പള്ളിയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ വരുമ്പോൾ, പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞൊരു കൂട്ടർ വരുമ്പോൾ ആ കൊലുന്നനെയുള്ള ആരോഗ്യം അതിൻ്റെ മുമ്പിൽ കാവൽ പടയാളിയായി നിൽക്കുന്നത്. ഇത് ചരിത്രത്തിൽ എപ്പോഴൊക്കെ ധീരത പ്രകടമാക്കേണ്ടിയിരുന്നോ അപ്പോഴൊക്കെ NV അബ്ദുസ്സലാം മൗലവി സാഹിബ് ആ ധീരത കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തെ പറ്റി ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക്, ആപാതചൂടം ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ഓവർ ലീഗ് കടന്നു വരും എന്നുള്ളത് ഈ സദസ്സിനോട് കുറച്ച് സമയം സംസാരിക്കുന്നുള്ളൂ. ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ഏതാണ്ട് നിരോധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1940-കളിൽ. ആ 40-കളിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമായിരുന്നു NV അബ്ദുസ്സലാം മൗലവി. മറ്റുള്ളവർക്കൊപ്പം ചരിത്രത്തിൻ്റെ നിർണായക സന്ധികളിലൊക്കെ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട സന്ധികളിലൊക്കെ അദ്ദേഹം കാവലിരുന്നിട്ടുണ്ട്. കണ്ണിമെക്കാതെ കാവലിരുന്ന് ആ കഥകൾ അദ്ദേഹം തലമുറകളോട് പറഞ്ഞിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുന്നത് ഡൽഹിയിലെ കൊണാർഡ് സർക്കിളിൽ ഒരു വലിയ കലാപം നടക്കുന്നു. ഹിന്ദു മുസ്ലിം ലഹളയാണ്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുറച്ച് ദിവസങ്ങളായുള്ളൂ.
പ്രധാനമന്ത്രിയുടെ കാതിൽ ഈ വിവരമെത്തുന്നു, കൊണാട് സർക്കിളിൽ ഹിന്ദുവും മുസ്ലിമും ഏറ്റുമുട്ടുന്നു, അവിടെ മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അത് കൊള്ളയടിക്കാൻ പോകുന്നു. വലിയ കുഴപ്പം നടക്കുകയാണ്, ആളുകൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഇത് അറിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞു, കൊണാട് സർക്കിളിലെ ഈ ആൾക്കൂട്ടം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ബഹളത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു, ജനങ്ങളെ, നമ്മുടെ ജവഹർലാൽ ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി ഈ കൂട്ടത്തിലുണ്ട്, നിങ്ങൾ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടിയാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദേഹത്ത് കൊള്ളും, അതുകൊണ്ട് നിങ്ങൾ വാൾ താഴെ ഇടുക. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടുന്നു. അപ്പോൾ പന്തങ്ങൾ തെളിഞ്ഞു, വെളിച്ചം കണ്ടു തുടങ്ങി. വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ കൊണാട് സർക്കിളിലെ കവലയിൽ ഒരു മൂലയിലായി ഒരു പരസ്പര വാളോങ്ങി നിൽക്കുന്ന ഒരു ഹിന്ദുവിനെയും ഒരു മുസ്ലിമിനെയും ഇങ്ങനെ കൈമുട്ടുകൾ കൊണ്ട് അകത്തിപ്പിടിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നീട് ആ കസേരയിൽ പലരും വന്നവർ ഇങ്ങനെ കൊല്ലാൻ തന്നെ പ്രേരിപ്പിക്കുന്നവരായി തീർന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിധി വൈപരീത്യമാണ്. ആവട്ടെ, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പോലും നേരിട്ടിറങ്ങി സമാധാനം സ്ഥാപിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ 1947 മുതൽ 52 വരെയുള്ള 5 വർഷക്കാലം പ്രതിദിനം 4000 പേരെന്ന തോതിൽ പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥികളായി ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സമാപന കൗൺസിൽ പാകിസ്ഥാനിൽ കറാച്ചിയിൽ ചേരുകയാണ്. ഇവിടെ നവംബർ 8-9 തീയതികളിൽ കൽക്കത്തയിൽ സുഹറവർദ്ധി വിളിച്ചു കൂട്ടിയൊരു യോഗമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് വിഭജനാനന്തരം ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വേണ്ട പിരിച്ചുവിടുക എന്നുള്ള തീരുമാനത്തിൽ. അവിടെയാണ് വൈകിയെത്തിയ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും സീരി സാഹിബും പ്രസംഗിച്ചും ആളുകളുടെ മനസ്സ് മാറ്റിയും ലീഗ് വേണം, പക്ഷേ ലീഗിനെ കുറിച്ച് അവസാന തീരുമാനമെടുക്കേണ്ടത് ഈ യോഗമല്ല, ലീഗിന്റെ സർവേ ഇന്ത്യ കൗൺസിലാണെന്ന് പറയുന്നത്. ആ സർവേ ഇന്ത്യ കൗൺസിലിലേക്ക് ഖായിദ് മില്ലത്തും സീരി സാഹിബും ചെന്നിരിക്കുന്നു. ആ യോഗം വീക്ഷിക്കുകയാണ്, ആ യോഗം കാണുകയാണ് NV അബ്ദുൽ മൗലവി സാഹിബ്. സലാം മൗലവി അദ്ദേഹം പറഞ്ഞത്, ആ യോഗത്തിൽ ഞാൻ യോഗത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തതല്ല, ഞാനത് കാണാൻ വേണ്ടി പോവുക മാത്രമാണ് ചെയ്തതെന്നാണ്. എന്തുമാവട്ടെ, സലാം മൗലവി ആ കഥ പിന്നീട് പറഞ്ഞു. ജിന്നാ സാഹിബിന്റെ വസതിയിൽ 47 ഓഗസ്റ്റ് 14 പിന്നീട് പിറ്റേ ദിവസം കറാച്ചിയിൽ 15 സമാപന കൗൺസിലും ചേർന്നുകൊണ്ടെടുക്കുന്ന തീരുമാനം. ഉത്തർപ്രദേശിലെ നിന്ന് വന്ന UP യിൽ നിന്ന് വന്ന ഫറങ്കി മഹലിൽ ജമാൽ മിയാഖാനൊക്കെ ജിന്നാ സാഹിബിനോട് കരൾ പൊട്ടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് സുഖമായിരിക്കും, നിങ്ങളൊരു രാഷ്ട്രത്തിന്റെ തലവനല്ലേ, ഇവിടെ നിങ്ങൾക്കൊരു ഒരു രാജ്യം തന്നെ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ഞങ്ങൾ എത്ര മയ്യത്തുകൾ ചവിട്ടിക്കിടന്നാണ് വരുന്നതെന്ന് അറിയുമോ, നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആഡംബരങ്ങളുടെ പുറത്താണ്. ജിന്നാ സാഹിബിനെ എങ്ങനെ പ്രകോപിതനാക്കുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് ജിന്നാ സാഹിബ് പറയുന്നുണ്ട്, ഞാൻ വരാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകാം, പക്ഷേ എല്ലാ കാലവും മുഹമ്മദ് അലി ജിന്ന ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മരിച്ചു പോയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങളെല്ലാം പോയിരിക്കുന്നു, ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി തീരുമാനമെടുക്കണമെന്ന്. ആ തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വമായി ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തെരഞ്ഞെടുക്കുന്നത്. പല പേരുകൾ വന്നപ്പോഴും ജിന്നാ സാഹിബ് ഒഴിഞ്ഞു മാറ്റി അവസാനം ഖായിദ് മില്ലത്തിന്റെ പേര് അംഗീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ മലബാറിലേക്ക് പോവുക, മലബാറിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ, മലബാറിലെ ജനങ്ങൾ മുസ്ലിം ലീഗിന്റെ കൂടെ എല്ലാ കാലവും ഉണ്ടാകുമെന്ന് ജിന്നാ സാഹിബ് ഒരു പ്രവചനം പോലെ അങ്ങ് പറയുന്നത്. അതും കേട്ടിട്ടാണ് ഖായിദ് മില്ലത്ത് വരുന്നത്. ഈ കഥകൾ പറഞ്ഞ് മലബാറിലെ മുസ്ലിം ലീഗുകാർക്കിടയിൽ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തത്, നിർണായക സന്ധികളിൽ എന്താണ് സംഭവിച്ചത് എന്ന്. ഇത് കളിക്കുന്നവർ ഖായിദ് മില്ലത്തും സീരി സാഹിബും കളത്തിലിറങ്ങി കളിക്കുകയാണ്. വരമ്പത്തിരിക്കുന്ന ഒരാൾക്കാണ് കളി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. വരമ്പത്തിരുന്ന കളി പറഞ്ഞു കൊടുക്കാൻ ഒരേ ഒരാളെ അന്ന് ആ ഗാലറിയിൽ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് NV അബ്ദുൽ മൗലവി സാഹിബ്. ഇന്ന് ഞങ്ങൾ മുസ്ലിം ലീഗുകാർ, ഞങ്ങളിൽ പലരും ഉന്നതമായ അധികാരങ്ങളിൽ എത്തുകയോ ഞങ്ങൾ വലിയ പത്രാസിൽ നടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗുകാർ ഈ പത്രാസിന് കടപ്പെട്ടിരിക്കുന്നത് NV അബ്ദുൽ മൗലവിയോടാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അങ്ങനെ ഒരാളാണ് ഇവിടെ ഓർക്കുന്നത്. അബ്ദുൽ മൗലവി ഓർക്കുന്ന ഒരു യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല ആർക്കും, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന് വിട്ടു നിൽക്കാനാവില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് എല്ലാ വെല്ലുവിളികളുടെയും മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ബാഫക്കിത്തങ്ങൾക്കും പൂക്കോയത്തങ്ങൾക്കും CHനും സീരി സാഹിബിനും ഒപ്പം നിൽക്കുന്നു. സീരി സാഹിബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ഗുരു. KM മൗലവിയും സീരി സാഹിബിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അങ്ങേയറ്റം അദ്ദേഹത്തിന് പിന്നെ വാക്കുകളില്ലാതെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരി ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് സീരി സാഹിബിലാണ്. അബ്ദുൽ മൗലവി പറയും, ആ പുഞ്ചിരി ഒരിക്കലും മായാത്ത ഒരു പുഞ്ചിരിയായിരുന്നു സീരി സാഹിബിന്റെ മുഖത്തുണ്ടായിരുന്നത്. ആ സീരി സാഹിബ് സംഘടനക്കും സമുദായത്തിനും വേണ്ടി സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സീരി സാഹിബിന്റെയും ബാഫക് തങ്ങൾ പ്രസിഡന്റും KM മൗലവി വൈസ് പ്രസിഡന്റും സീരി സാഹിബ് സെക്രട്ടറിയും അബ്ദുൽ മൗലവി ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ഒരു മലബാർ ജില്ലാ മുസ്ലിം ലീഗ്, അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരു മലബാർ ജില്ലാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലം. ഉന്നതന്മാർ മാത്രമാണ് സംഘടനാ രംഗത്ത് വിവരിക്കുന്നത്. ആ ഉന്നതന്മാർ വിഹരിക്കുന്ന ഈ സംഘടനാ ഭൂമിയിൽ ആദർശത്തിന് മാത്രമേ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ. ആദർശാധിഷ്ഠിതമായ ജീവിതം നയിക്കുക. രാഷ്ട്രീയക്കാരനോട് നീ നിസ്കരിക്കുന്നില്ലെങ്കിൽ, നിനക്ക് അള്ളാഹുവിൽ ഭയമില്ലെങ്കിൽ, പിന്നെ നിനക്ക് എങ്ങനെ രാഷ്ട്രത്തോടും
സമുദായത്തോടും ബാധ്യത നിറവേറ്റാൻ കഴിയുമെന്നാണ് അബ്ദുസലാം മൗലവി ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ പൊതുപ്രവർത്തകന്റെയും മുമ്പാകെയുള്ള ചോദ്യം അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും മാത്രം എല്ലാവർക്കും ബാധകമാണ്. നിസ്കാരം കൃത്യമല്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമകൾ വീട്ടുന്നതിൽ നമ്മുടെ വിധേയത്വം പ്രകടമാക്കുന്നതിൽ കൃത്യമല്ലെങ്കിൽ, ഒറ്റ ചോദ്യമേ അബ്ദുസലാം മൗലവി ചോദിച്ചിട്ടുള്ള എല്ലാ തലമുറകളോടുമായിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രത്തോടും സമുദായത്തോടും കൂറ് കാണിക്കാൻ കഴിയും, അവരോട് പ്രതിബദ്ധത കാണിക്കാൻ കഴിയും, അവരെ സ്നേഹിക്കാൻ കഴിയുമെന്ന്? അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഇതിന് കഴിയുമെന്ന്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് അബ്ദുസലാം മൗലവി നൽകിയിട്ടുള്ള ഗുണപാഠം എന്ന് പറയുന്നത്. വാഫഖ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോൾ, പാണക്കാട് മുക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിൽ പറഞ്ഞു, നേതാക്കന്മാർക്ക് 2 തരം ഉപദേഷ്ടാക്കളുണ്ടാവും, അധികാര സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് 2 തരം ഉപദേഷ്ടാക്കളുണ്ടാവും. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പോകണമെന്ന് എപ്പോഴും ഉപദേശിക്കുന്നവർ. മറ്റൊന്ന്, അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന ആൾ. ആ രണ്ടാമത്തെ കൂട്ടരുടെ ചതിയിൽ വീഴാതെ സൂക്ഷിക്കുമ്പോഴാണ് ഒരു നേതാവ് വിജയിക്കുന്നതെന്ന്. ആ കത്തിന്റെ കോപ്പി തന്നെയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായപ്പോഴും അയച്ചു കൊടുത്തത്. അബ്ദുസലാം മൗലവി സാഹിബ് എന്ത് പറയുന്നോ അതിനപ്പുറത്തേക്ക് ഈ നേതാക്കന്മാർക്ക് ഒന്നുമില്ലായിരുന്നു. തീരുമാനിക്കും. ഇവിടെ പറഞ്ഞല്ലോ, നേരത്തെ കെ.വി. സലാഹുദ്ദീൻ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടായ ഘട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കിടയിൽ അതുവരെ കമ്മ്യൂണിസത്തിനെതിരെ ഘോരം എതിരായി പ്രചരിപ്പിച്ചും പ്രസംഗിച്ചും നടന്നവരാണ്. ഈ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. ആ ഘോരം പ്രസംഗിച്ച് നടന്ന ആളുകൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കേണ്ടി വരികയാണ്. ആ സമയത്ത് അബ്ദുസലാം മൗലവി സാഹിബാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിലിൽ ഈ വിവാദങ്ങൾക്ക് പരിഹാരമെന്നോണം ഇതിനുള്ളൊരു മറുപടി പറയുന്നത് സൂറത്തുൽ അൻഫാലിലെ. അങ്ങനെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഏതായാലും ഒരു ഖുർആനായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവർ നിന്റെ ശത്രു സമാധാന സന്ധിയിലേക്ക് വന്നാൽ നീയും അങ്ങോട്ട് ചായുക. അവർക്ക് നിന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് അല്ലാഹു മതി. നിന്റെ ശത്രു ഒത്തുതീർപ്പിന് വരികയാണെങ്കിൽ നീ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുക. നിന്റെ എതിരാളി നിന്നെ ചതിക്കുന്നതിന് വേണ്ടി വട്ടം കൂട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിന്നെ അല്ലാഹു കാക്കുമെന്ന്. ഈ ആയത്തും ഓതിക്കൊണ്ട് അബ്ദുസലാം മൗലവി സാഹിബ് നൽകിയ ഒരു വ്യാഖ്യാനമാണ്, അതിൻ്റെ ഒരു വിശദീകരണമാണ് ആ തീരുമാനമെടുക്കുന്നതിലേക്ക് മുസ്ലിം ലീഗിനെ കൗൺസിലിനെ പ്രേരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാര പങ്കാളിത്തത്തിലേക്ക് പോകുന്നതിന് വൈമുഖ്യം കാണിച്ചു നിൽക്കുന്ന നേരത്ത് അബ്ദുസലാം മൗലവിയാണ് വിശദീകരണത്തിന്റെ ചിറകുകൾ താഴ്ത്തി വരുന്നത് ആവാം എന്ന്. ഖായിദെ മില്ലത്ത് അതാണ് സ്വീകരിക്കുന്നത്. ഖായിദെ മില്ലത്ത് പറഞ്ഞു, ആ ഖുർആനായത്തൊന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. പിന്നീട് ഖായിദെ മില്ലത്ത് പറയുന്നു, പിന്നീട് പല സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിലും മുന്നണി രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിലും ഈ ആയത്ത് അബ്ദുസലാം മൗലവിയുടെ ഈ ഉപദേശമാണ് എന്നെ സഹായിച്ചത് എന്ന്. 1962 ലോക്സഭാ ഇലക്ഷൻ മഞ്ചേരിയിൽ ഖായിദെ മില്ലത്ത് മത്സരിക്കണമെന്ന് എല്ലാ പാർട്ടിക്കാരും മുഴുവൻ ആവശ്യപ്പെടുന്നു. ഖായിദെ മില്ലത്ത് മാത്രം അതിനെ എതിർക്കുന്നു, പറ്റില്ല എന്ന്. ഞാൻ ഇസ്തിഖാറത്തിന് നമസ്കാരം നടത്തി, അതിൽ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു, പാടില്ല എന്ന്, മത്സരിക്കേണ്ടതില്ല എന്ന് വന്നിരിക്കുന്നു എന്ന്. അബ്ദുസലാം മൗലവി തിരിച്ചടിച്ചു കൗൺസിൽ. ഇസ്തിഖാറ നമസ്കാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് അതൊരു പ്രാർത്ഥനയാണ്. ഞാൻ ഈ ചെയ്യുന്നതിൽ നന്മ ഉണ്ടാവണേ എന്നുള്ള, ദോഷമുള്ളത് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഖായിദെ മില്ലത്ത് മഞ്ചേരിയിൽ മത്സരിക്കുക എന്നുള്ളതാണ് നന്മയെങ്കിൽ അങ്ങ് മത്സരിക്കണം, അതിൽ നന്മയുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കുന്നു പറഞ്ഞു. ഈ തീരുമാനത്തിന് മാറാൻ കഴിഞ്ഞില്ല. ഖായിദെ മില്ലത്ത് മുഹമ്മദ് സാഹിബ് പറഞ്ഞു, പിന്നീടുള്ള ആ മത്സരത്തിലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിലും ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതിന് ഞാൻ നിർബന്ധിതനായി തീർന്നത് അബ്ദുസലാം മൗലവിയുടെ ഈ ഉപദേശപ്രകാരമാണ്. എൻ്റെ പാർലമെന്റ് അംഗത്വത്തിന് അബ്ദുസലാം മൗലവിയുടെ ഉപദേശമാണ് കാരണമായി തീർന്നതെന്ന്. എന്നിട്ടും ആ ഉപദേശം മോശമായോ? ആ ഖായിദെ മില്ലത്ത് ലോക്സഭയിൽ ചെന്നിട്ടാണല്ലോ ഏറ്റവും വലിയ അന്തർദേശീയ വിഷയമായ, നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഇതാ ചൈനക്കെതിരായ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി പോരാടാൻ, ശത്രു രാജ്യത്തിനെതിരെ പൊരുതാൻ എൻ്റെ ഏക മകനെ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞ ഖായിദെ മില്ലത്തിന്റെ കത്തിനെ കുറിച്ചും, എൻ്റെ 1 മാസത്തെ ശമ്പളം ഇതിലേക്ക് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ കത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ അതിനേക്കാൾ പ്രധാനമായ സംഗതി കൂടി ഉണ്ടായല്ലോ. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ സഭയിലാണ് പറയുന്നത്, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു ചൈനീസ് താല്പര്യമുണ്ടായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളോട്, ഇടതുപക്ഷ ആശയങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ബനാറസിനും മോസ്കോവിനും ഇടയിൽ വിഭജിതനായ മനുഷ്യനാണ് നെഹ്റു എന്നൊക്കെ പറയാൻ കാരണം. നെഹ്റുവിൻ്റെ ആ താല്പര്യത്തിൽ തന്നെയാണ് തിബത്ത് പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത്. തിബത്ത് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുക, സഭ ഒന്നടക്കാൻ പറയുന്നത് പണ്ഡിറ്റ് നെഹ്റുവാണ്. യുഗപ്രഭാവനായ ജവഹർലാൽ നെഹ്റു പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ എന്തൊന്ന് ആലോചിക്കാൻ എല്ലാവരും അങ്ങ് സംഗതിക്കാൻ നേരത്ത് ഖായിദെ മില്ലത്ത് മാത്രം സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഖായിദെ മില്ലത്ത് പറയുന്നു, ഇത് അപകടമാണ്. തിബത്ത് കൊടുത്താൽ ചൈന തിബത്തിലൂടെ ഇറങ്ങി
ചൈനീസ് പട്ടാളം തിബത്തിലൂടെ ഇറങ്ങി ഇന്ത്യയിൽ പ്രവേശിക്കും. അപകടമാണ്. സഭ അതിനെ തള്ളി. അങ്ങനെ വരില്ല, അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. തിബത്ത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരുന്നു, ആ സാധനം ചൈനക്ക് വിട്ടുകൊടുക്കുകയാണ്, അതിലൂടെ വരുമെന്ന്. താമസിയാതെ 6 മാസത്തിനകം തിബത്ത് ഗേറ്റാണ്, ഗേറ്റ് കടന്നിട്ട് ചൈനീസ് പട്ടാളം ഇന്ത്യയിൽ വരികയും ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു. 1964 മരിക്കുന്നത് വരെ ജവഹർലാൽ നെഹ്റു വിഷാദവാനായിട്ടാണ്, ഇത്ര ഒരു അനുസരണമുള്ള ആളായത്, പിന്നെ വിഷാദവാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിരുന്നത്. ഇത് ഈ ഒരു സംഗതിയാണ്. ഏതായാലും പിന്നെ വെള്ളക്കൊടി വീശിയതുകൊണ്ട് ഒരു സംഭവം കൂടി പറയാം. 1948 സെപ്റ്റംബറിൽ മഹാനായ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടക്കുകയാണ്. അബ്ദുസലാം മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയൊക്കെ അമ്മാവനായ കൊലത്തക്കൽ മുഹമ്മദ് കുട്ടിയാരി ഇവരെല്ലാം ജയിലിലുണ്ട്. 17 ദിവസക്കാലത്തെ ജയിൽവാസം. ഈ ജയിൽവാസത്തിനിടയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അബ്ദുസലാം മൗലവി സാഹിബിൻ്റെ പ്രസിദ്ധമായ ഖുർആൻ ക്ലാസ് ജയിലിലും തുടങ്ങി. പൂക്കോയത്തങ്ങളോട് എന്നൊരു ചിലർ പരാതി പറഞ്ഞു, ഇവിടെ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ ജയിലിലുള്ള പ്രതികളിൽ അധിക പേരും, മുസ്ലിം ലീഗിൻ്റെ ഈ പ്രതികളായി അടക്കപ്പെട്ടവരിൽ അധിക പേരും സുന്നി ആശയക്കാരാണ്. മോയിൻകുട്ടി ക്ലാസ് നടത്തുന്നിട്ട് നമ്മളെ ആളുകളെയൊക്കെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പൂക്കോയത്തങ്ങൾ പറഞ്ഞു, എല്ലാവരും ജയിൽ വേഷത്തിലാണല്ലോ. പൂക്കോയത്തങ്ങൾ പറഞ്ഞു, ഞാനൊന്നും വന്നു നോക്കട്ടെ, എന്നിട്ട് തീരുമാനം പറയാം, ആ ക്ലാസ് നിർത്തിക്കണമെന്നാ. ചെന്ന് നോക്കി, ക്ലാസ്സിൽ പൂക്കോയത്തങ്ങളിരുന്നു. പൂക്കോയത്തങ്ങൾ പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിലിരുന്നു, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിലിരുന്നു. ഒന്നാമത് ജയിലിൽ ഖുർആൻ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ ആൾ അലവി അബ്ദുൽ സലാം മൗലവി ആയിരിക്കും കേരളത്തിൽ, ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ. രണ്ടാമത്തെ കാര്യം, ആ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരുകയാണ്. ബാഫക്തങ്ങളുടെ കൂടെ അരീക്കോട്ടേക്ക് കോഴിക്കോട്ട് നിന്ന് ഒരൊറ്റ ബസ്സേ ഉള്ളൂ. ആ ബസ് വിട്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ബാഫക്തങ്ങൾ പറഞ്ഞു, മൗലവി പേടിക്കണ്ട, നമ്മുടെ കാറിൽ ഞാനും പോരാ, കാറിലാണ് പോവാന്ന് പറഞ്ഞു. ബാഫക്തങ്ങൾ പിടിച്ച പിടിയാലെ നിന്നു, നമുക്ക് അരീക്കോട്ടേക്ക് കാറിലാണ് പോവാ. ബാഫക്തങ്ങൾ വെറുതെ കാർ വിടാൻ മാത്രമല്ല, ബാഫക്തങ്ങൾ കൂടിയും പോരും എന്ന് അബ്ദുസലാം മൗലവിക്ക് മനസ്സിലായി. മൗലവി പറഞ്ഞു, അതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടോട്ടി വരെ ബസ് കയറി വന്ന് കൊണ്ടോട്ടിയിൽ ബസ് ഇറങ്ങി 17 ദിവസത്തെ ജയിൽ ഭാണ്ഡവുമായി ഒരാദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് ജയിൽവാസം അനുഷ്ഠിച്ച അബ്ദുസലാം മൗലവി എന്ന അരീക്കോട്ടെ എണ്ണപ്പെട്ട തറവാട്ടുകാരൻ, മഹാപണ്ഡിതൻ, ഉന്നതമായ അക്കാദമികമായ മികവുള്ള വ്യക്തി, നിങ്ങളുടെയൊക്കെ ഈ ദേശത്തിൻ്റെ, ഈ അരീക്കോട് എന്ന ദേശത്തിൻ്റെ ശില്പി കൊണ്ടോട്ടിയിൽ നിന്ന് ആ സന്ധ്യാസമയത്ത് തൻ്റെ ഭാണ്ഡവും തൻ്റെ മാറാപ്പും ഇങ്ങനെ ഏറ്റിക്കൊണ്ട് ഈ 10 മൈൽ ദൂരം നടന്ന് അരീക്കോട്ട വീട്ടിലെത്തി. ഒരാളുടേതും ഒരുത്തൻ്റെയും ഒരു പൊടി മണ്ണ് അനർഹമായി തൻ്റെ കാലിൽ, തൻ്റെ കയ്യിൽ, തൻ്റെ കീശയിൽ പതിയരുതേ, വീഴരുതേ എന്ന് ആശിച്ച ആ മഹാപുരുഷന്റെ മാതൃക പിന്തുടരാം. അസ്സലാമു അലൈക്കും. Tune Islah. Turn to the right path. Tune of Islah. Online Islamic channel. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും അനന്ത സാധ്യതകളെ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയ വിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ അതിപ്രസരവുമായുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ജനങ്ങളെ വഴി നടത്താനുള്ള ഒരു നൂതന സംരംഭം. Tune of Islah. Online Islamic channel. ഇസ്ലാഹി സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ, പ്രഭാഷണ വീഡിയോകൾ, ആനുകാലിക വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാടുകൾ. For more Islamic speeches, please subscribe our YouTube channel. To get more latest updates, please like our Facebook page. Tune of Islah. Online Islamic channel.